ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് സമ്മർ ടൈമിൽ വേണ്ടുന്ന കുറച്ച് കെയറിങ്ങിനെ പറ്റിയാണ്. ഔട്ട്ഡോർ പ്ലാന്റ്സ് പോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ സമ്മർ ടൈമിൽ കുറച്ച് കെയർ ചെയ്യണം. ഒന്നാമതായിട്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നന്നായിട്ട് വെള്ളം അതിൻ്റെ ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം. രണ്ട് നേരവും ചെയ്തു കൊടുത്താൽ അത്രയും നല്ലത്. ടൈം ഇല്ലാത്തവർ ഒരു നേരമെങ്കിലും നന്നായിട്ട് വെള്ളം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. രണ്ടാമത് NPK DAP പോലെയുള്ള വളങ്ങളൊന്നും സമ്മർ ടൈമിലും ഇൻഡോർ പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കണ്ട. കാരണം ആ ഒരു ടൈമിൽ പുതിയ ഗ്രോത്ത് വരാനോ പുതിയ ഇലകൾ വരുന്നതോ ഒക്കെ വളരെ കുറവാണ്. വളർച്ച വളരെ കുറയുന്ന ഒരു ടൈമാണ്. ആ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ വളങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. മൂന്നാമത്തെ കാര്യം, സൺലൈറ്റ് ഒരുപാട് അടിക്കാത്ത ഒരു സ്ഥലത്ത് അതിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രാവിലത്തെ ഒരു 8:30-9 മണി വരെയുള്ള സൺലൈറ്റ് ഒക്കെ, അതിൽ കൂടുതൽ സൺലൈറ്റ് ചെടികളിൽ അടിക്കാത്ത രീതിയിൽ അതിനെ സെറ്റ് ചെയ്യുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടി ചെയ്യണം. അടുത്തത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.